വെൽക്കം ടു മൂവി ബ്രാൻഡ്. മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് നടി മഞ്ജു വാര്യർ. താരത്തിന്റെ സിനിമയിലേക്കുള്ള മടങ്ങിവരവ് ഇന്നും പ്രേക്ഷകർക്കിടയിൽ ഒരു ചർച്ചാ വിഷയമാണ്. മഞ്ജു തിരികെ വരണമെന്ന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ പ്രേക്ഷകരേറെ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തായിരുന്നു മഞ്ജുവിന്റെ സിനിമയിലേക്കുള്ള റീ എൻട്രി. ആദ്യം കണ്ട മഞ്ജുവിനെ ആയിരുന്നില്ല രണ്ടാമത്തെ വരവിൽ കണ്ടത്. അടിമുടി മാറ്റത്തോടെയായിരുന്നു തിരികെ എത്തിയത്. തന്റെ താരമൂല്യം എത്രയെന്ന് മഞ്ജുവിന് തന്നെ അറിയില്ലെന്നാണ് ആരാധകർ പറയുന്നത്. അത്രയും സൗമ്യമായും എളിമയോടുമാണ് നടി എല്ലാവരോടും പെരുമാറുന്നത്. മഞ്ജുവിൽ ആരാധകർക്ക് ഇഷ്ടമുള്ളതും ഇത് തന്നെയാണ്. ജീവിതം കീഴ്മേൽ മറിച്ച പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും വളരെ പക്വതയോടെയാണ് മഞ്ജു ഇതിനെയെല്ലാം നേരിട്ടത്. തന്റെ ചെറിയൊരു വാക്കുപോലും ഉണ്ടാക്കുന്ന ചലനങ്ങൾ അറിയുന്നതിനാൽ പ്രശ്നം കലുഷിതമായ സമയങ്ങളിൽ മഞ്ജു വാര്യർ മൗനം പാലിച്ചു. വിവാദങ്ങളിൽ പെടാതിരിക്കാൻ നടി എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അതേസമയം പലപ്പോഴും ട്രോളുകളും മഞ്ജുവിനെതിരെ വന്നിട്ടുണ്ട്. ഒടിയൻ എന്ന സിനിമയിലെ ഡയലോഗ്, ആയിഷയിലെ ഡാൻസ് തുടങ്ങിയവയെല്ലാം താരത്തിന് നേരെ ട്രോളുകൾ വരാൻ കാരണമായി. മിക്ക ട്രോളുകളും താൻ ആസ്വദിക്കാറുണ്ടെന്ന് മഞ്ജു വാര്യർ തന്നെ പറഞ്ഞിട്ടുമുണ്ട്. മഞ്ജുവിന്റെ പുതിയ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നത്. വനിതാ ഫിലിം അവാർഡ്സ് വേദിയിൽ താരം പാട്ടുപാടുന്ന ദൃശ്യങ്ങളാണ്. പരം പരം സുന്ദരി എന്ന ഹിന്ദി ഗാനമാണ് മഞ്ജു വാര്യർ വേദിയിൽ പാടിയത്. ആസ്വദിച്ച് പാട്ട് പാടുന്ന മഞ്ജുവിനെയാണ് വേദിയിൽ കാണുന്നത്. മനോഹരമായി നടി പാടുകയും ചെയ്തു. എന്നാൽ വീഡിയോയ്ക്ക് താഴെ ചിലർ വിമർശനവുമായി എത്തി. പാട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചതാണെന്നും മഞ്ജു മയക്ക് പിടിക്കുന്നതേ ഉള്ളൂ എന്നുമാണ് കമന്റുകൾ വന്നത്. ഇങ്ങനെയുള്ള പ്രീ റെക്കോർഡിംഗ് സ്റ്റേജ് നാടകം എന്തിനാണാവോ മലയാളികളുടെ മുന്നിൽ? പാടാൻ അറിയാവുന്നവർ പാടട്ടെ എന്നാണ് ഒരാളുടെ കമന്റ്. ഈ വാദത്തെ എതിർത്തുകൊണ്ടും കമന്റുകൾ വന്നു. പ്രീ റെക്കോർഡിംഗ് ആണെന്ന് തോന്നുന്നില്ലല്ലോ എന്ന് ഒരാൾ ചോദിച്ചു. പ്രീ റെക്കോർഡ് ആണെങ്കിലും നന്നായി പാടുന്നുണ്ടല്ലോ എന്നാണ് മറ്റൊരാളുടെ ചോദ്യം. മഞ്ജുവിന്റെ ഹിന്ദി ഉച്ചാരണം മലയാളം പറയുന്നത് പോലെ തോന്നുന്നുവെന്നും ചിലർ കമന്റ് ഇട്ടിട്ടുണ്ട്. അതേസമയം മഞ്ജുവിനെ പ്രശംസിച്ചും കമന്റുകളുണ്ട്. നേരത്തെയും വേദികളിൽ മഞ്ജു നന്നായിട്ട് പാടിയിട്ടുണ്ട്. പാട്ട് പാടാൻ മഞ്ജുവിന് എപ്പോഴും താല്പര്യമുണ്ടെന്ന് ആരാധകർ പറയുന്നു. അഭിനയത്തിനപ്പുറം തന്റേതായ വിനോദങ്ങൾ കണ്ടെത്താൻ മഞ്ജു എപ്പോഴും ശ്രമിക്കാറുണ്ട്. അടുത്തിടെയാണ് താരം BMW ബൈക്ക് വാങ്ങിയത്. തമിഴ് താരം അജിത്തിനൊപ്പം ബൈക്ക് റൈഡിങ്ങിന് പോയ ശേഷമാണ് ബൈക്കിനോട് മഞ്ജുവിന് കമ്പം തോന്നുന്നത്. ജീവിതത്തിലെ ഈ ഘട്ടം പരിപൂർണമായും ആസ്വദിക്കാൻ നടി തീരുമാനിച്ചു. യാത്രകളും ഡ്രൈവിംഗും റൈഡിങ്ങും ഒക്കെയായി ജീവിതം ആസ്വദിക്കുകയാണ് മഞ്ജു. കരിയറിലെ തിരക്കുകളിലാണ് നടി ഇപ്പോൾ. തമിഴിൽ രജനികാന്തിനൊപ്പമുള്ള സിനിമ അണിയറയിൽ ഒരുങ്ങുകയാണ്. മലയാളത്തിൽ ഫൂട്ടേജ് ഉൾപ്പെടെയുള്ള സിനിമകളും പുറത്തിറങ്ങാനുണ്ട്. മലയാളത്തോടൊപ്പം തമിഴിലും ഇന്ന് മഞ്ജുവിന് തിരക്കേറുകയാണ്. ഇതുവരെ പുറത്തിറങ്ങിയ അസുരൻ, തുനിവ് എന്നീ 2 സിനിമകളും ഹിറ്റായി. ഇതിനോടകം തമിഴ് പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറാൻ മഞ്ജുവിന് കഴിഞ്ഞിട്ടുണ്ട്. മലയാളത്തോടൊപ്പം തമിഴിലും ഇന്ന് മഞ്ജുവിന് തിരക്കേറുകയാണ്. ഇപ്പോൾ മിസ്റ്റർ എക്സ് എന്ന തമിഴ് സിനിമയിലാണ് മഞ്ജു വാര്യർ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ബോളിവുഡിലും നടി ചുവടുവെക്കുന്നതായി വാർത്തകളുണ്ട്. മഞ്ജുവിന്റെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ.